Boche Gold and Diamonds. Buy now, pay later. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറണമെന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനം വീണ്ടും തർക്കങ്ങളിലേക്ക് നീങ്ങുന്നു. ചൊവ്വാഴ്ച മുതൽ ബസ്സുകളെ പോലീസും ട്രാഫിക് വാർഡനും ഉൾപ്പെടെ സ്റ്റാൻഡിൽ കയറ്റാൻ തുടങ്ങി. ഇതോടെയാണ് ബസ് ഉടമകൾ അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് ആരോപിച്ച് രംഗത്തെത്തിയത്. കുളപ്പുള്ളി ഷൊർണൂർ റോഡിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പുറകിലേക്ക് മാറ്റാം. ബസ് സ്റ്റാൻഡിനകത്ത് സ്വകാര്യ വാഹനങ്ങൾ കയറുന്നത് തടയും. ബസ്സുകൾ കയറുന്നിടത്തെ ഉയരവ്യത്യാസം പരിഹരിക്കും. ബസ് സ്റ്റാൻഡിനകത്തെ ഇരിപ്പിടങ്ങൾ ഉപയോഗയോഗ്യമാക്കും തുടങ്ങിയ വാഗ്ദാനങ്ങൾ യോഗത്തിൽ നൽകിയിരുന്നു. എന്നാൽ ഇതൊന്നും പാലിച്ചില്ലെന്നാണ് ബസ് ഉടമകളുടെ സംഘടനാ നേതാക്കൾ ഉന്നയിച്ചത്. കുളപ്പുള്ളി നോബിൾ സ്റ്റാർ ബസ് സ്റ്റോപ്പും ബിവറേജസ് വിൽപ്പന കേന്ദ്രത്തിന് മുമ്പിലെ ബസ് സ്റ്റോപ്പും തിങ്കളാഴ്ച മുതൽ നിർത്തി. ഇവിടെ നിർത്തുന്ന ബസ്സുകൾക്ക് പിഴ ഈടാക്കും. അതേസമയം തൃശൂർ ഒറ്റപ്പാലം റൂട്ടിലോടുന്ന ബസ്സുകൾ കോടതിയെ സമീപിച്ച് കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ കയറുന്നതിന് സ്റ്റേ വാങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, നിരോധിച്ച സ്റ്റോപ്പുകളിൽ ഇപ്പോഴും ബസ്സുകൾ നിർത്തുന്നുണ്ട്. ഈ ബസ്സുകൾ ഇപ്പോഴും കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ കയറുന്നില്ല. 6-ാം തീയതി വരെ ഈ സ്റ്റേ നിലനിൽക്കുന്നുണ്ടെന്ന് നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് പി നിർമ്മല പറഞ്ഞു. ബസ് സ്റ്റാൻഡിനകത്തെ ഇരിപ്പിടങ്ങൾ ഉപയോഗയോഗ്യമാക്കാനുള്ള നടപടി ഉണ്ടാകും. പോലീസ് ഇല്ലാത്തതിനാൽ പണം നൽകിയാണ് ട്രാഫിക് വാർഡനെ നിയോഗിച്ചിരിക്കുന്നതെന്നും അവർ പറഞ്ഞു. കുളപ്പുള്ളി ടൗണിലെ ഓട്ടോ സ്റ്റാൻഡ് പുറകിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും ബസ് സ്റ്റാൻഡിനകത്ത് സ്വകാര്യ വാഹനങ്ങൾ നിർത്തരുതെന്ന ബോർഡ് സ്ഥാപിച്ചതായും ഇൻസ്പെക്ടർ വി വിഷ്ണു പറഞ്ഞു. അനധികൃതമായി നിർത്തിയിടുന്ന വാഹനങ്ങൾക്ക് പിഴ ഈടാക്കുമെന്നും പോലീസ് അറിയിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.